നമസ്തേ. ഒരു പുതിയ വീഡിയോ ആണ്. അതായത് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഹിന്ദു? അതൊരു മതമാണോ, സംസ്കാരമാണോ? ഇനി മതമാണെങ്കിൽ തന്നെ ഹിന്ദു മതത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഏതാണ് ഗ്രന്ഥം? ഏതാണ് ദൈവം? എങ്ങനെയാണ് ആ വാക്കുണ്ടായത്? നമ്മൾ സാധാരണ ജയ് ഹിന്ദ് എന്നൊക്കെ പറയാറുണ്ട്, ഹിന്ദുയിസം എന്ന് പറയാറുണ്ട്, ഹിന്ദുത്വം എന്ന് പറയാറുണ്ട്, അങ്ങനെ പല രീതിയിലും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒറ്റ വീഡിയോയിലെ കൂടിയിട്ടല്ല, കുറച്ച് വീഡിയോ പരമ്പരകൾ പോലെ, ചെറിയ 10 മിനിറ്റുള്ള ഒരു പരമ്പര പോലെയായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അതായത് ഹിന്ദു എന്നുള്ളത് ഒരു മതമാണോ, സംസ്കാരമാണോ? ചില ആൾക്കാർ ഹിന്ദു ധർമ്മം എന്ന് പറയാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏതാണ് ദൈവം, എങ്ങനെയാണ് ഈ ദൈവങ്ങളൊക്കെ ഉണ്ടായത്, എന്താണ് ആചാരങ്ങളൊക്കെ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഹിന്ദു എന്ന വാക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സിന്ധു എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത് എന്നൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എന്താണ് ഹിന്ദു എന്നുള്ള വാക്ക് ആധുനിക കാലത്താണ് ഉണ്ടായിരുന്നത്, പണ്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകാം. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മതങ്ങളുടെ മാതാവായ ഹിന്ദുധർമ്മത്തിൻ്റെ പേരിൽ ഭാരതത്തിലെ കോടിക്കണക്കിന് നാനാജാതി മതസ്ഥരായ ഹിന്ദുക്കളുടെ പേരിൽ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മതങ്ങളുടെ മാതാവായ ഹിന്ദുധർമ്മത്തിൻ്റെ പേരിൽ, ഹിന്ദു മതത്തിൻ്റെ പേരിൽ എന്നുള്ള രീതിയിൽ പറയുന്നില്ല. അതോടൊപ്പം തന്നെ പറയുന്നത് ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന നാനാജാതി മതസ്ഥരായ ഹിന്ദുക്കളുടെ പേരിൽ. അപ്പോൾ അവിടെയും പറയുന്നത് നാനാജാതി മതസ്ഥരായ. അപ്പോൾ ഹിന്ദു എന്നുള്ളത് ആ കേവലമായിട്ടുള്ള മതം എന്ന വാക്കിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സംശയമാണ് എന്നുള്ള കാര്യം നമുക്കവിടെ വ്യക്തമാവുകയാണ്. എന്നിട്ട് പറയാണ്, ലോകത്തിലെ ഏറ്റവും പുരാതനമായ തപോധന പാരമ്പര്യത്തിൻ്റെ പേരിൽ. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഹിന്ദുമതത്തിൻ്റെ, ഹിന്ദു സംസ്കാരത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വിവേകാനന്ദ സ്വാമികൾ അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ മതം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ പണ്ട് ഭാരതീയർ എന്നുള്ള രീതിക്ക് പകരം തന്നെയാണ് ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പേർഷ്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഹിന്ദു എന്ന പേര് പറഞ്ഞിരുന്നത്, സിന്ധു നദീ തട സംസ്കാരമുള്ള ജനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഹിന്ദു എന്ന വാക്ക് വന്നത് എന്നൊക്കെയാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്. അത് ഭാഗികമായിട്ട് ശരിയാണ്. പക്ഷെ അതിന് മുൻപ് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിന് മുൻപേ തന്നെ ഹിന്ദു എന്ന വാക്കുണ്ട്, വാക്കില്ലായ്കയില്ല. പക്ഷേ സാധാരണയായിട്ട് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിന്ധ് എന്നുള്ളതിൻ്റെ സാക്ക് പകരം ഈ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, അങ്ങനെ വിദേശികൾ ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഹിന്ദുവിന് ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത്, അതിന് ലോകമാന്യ ബാലഗംഗാധര തിലകൻ, വീരവിനായക ദാമോദര സാവർക്കർ അങ്ങനെയുള്ളവരൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം എങ്ങനെയാണ്: ആ സിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരതഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃത എന്നാണ്. ഇതാരാണ് എഴുതിയതെന്നോ എപ്പോഴാണ് ഈ ശ്ലോകം എഴുതിയതെന്നോ എന്നൊന്നും അറിയില്ല. കാരണം ശ്ലോകങ്ങളുടെ പലതാണ്. ശ്ലോകം എഴുതിയത് ആരാണ് എന്ന് അതിൻ്റെ കൂടെ പേരെഴുതി വെക്കാറൊന്നുമില്ല. അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണ്: ആ സിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരതഭൂമിക. അതായത് ഈ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, സിന്ധു നദി, അത് സിന്ധു സാഗരം എന്നും പറയും. സിന്ധു നദി വന്ന് കൂടിച്ചേരുന്ന സാഗരമായതുകൊണ്ട് സിന്ധു സാഗരം എന്ന് പറയും. അപ്പോൾ ആ സിന്ധു സാഗരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭൂപ്രദേശം, ആ സിന്ധു പര്യന്ത യസ്യ ഭാരതഭൂമിക, ഭാരത ഭൂപ്രദേശം, അവിടെ എന്താണ് പിതൃഭൂ, ആ ഭൂപ്രദേശത്തിന് പിതൃഭൂമിയായിട്ടും പുണ്യഭൂമിയായിട്ടും കരുതുന്നവരാരാണോ. ഇവിടെ പിതൃഭൂ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു സംശയം തോന്നാം. സാധാരണ നമ്മൾ മാതൃഭൂമി എന്നൊക്കെയാണല്ലോ പറയുക, ഇതെന്താ പിതൃഭൂമി എന്ന് പറയുന്നത്? ഇവിടെ പിതൃഭൂമി എന്ന് പറയുന്നത്, പിതൃഭൂ എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകം എന്ന് പറയാറുണ്ടല്ല, മാതൃകം എന്നല്ല പറയുക, പൈതൃകം. അതായത് പിതാവിൽ നിന്ന് ലഭിക്കുന്നത്, പിതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് അച്ഛൻ,
അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന പരമ്പര, അത് നമ്മൾ പൈതൃകം എന്ന് പറയും. അപ്പോൾ ആ പൈതൃകത്തെ തൻ്റേതായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ. പിന്നെ എന്താണ് പുണ്യഭൂമി, ഭാരതഭൂമിയെ പുണ്യഭൂമിയായിട്ടും കരുതുന്ന ആൾക്കാർ, അവരൊക്കെ സവൈ ഹിന്ദു രതിസ്മൃത, അവരൊക്കെയാണ് ഹിന്ദുക്കൾ. അപ്പോൾ ഭാരതത്തിൽ താമസിക്കുന്ന ജനങ്ങൾ ഭാരതത്തെ പുണ്യഭൂമിയായിട്ടും ആ പാരമ്പര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഹിന്ദുക്കൾ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതാണ് ഏറ്റവും ആധികാരികമായിട്ട് പലരും പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഹിന്ദുവിനുള്ള ഒരു ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു നിർവചനം എന്ന് പറയുന്നത് ഈ ശ്ലോകം തന്നെയാണ്. ഒരു വിശിഷ്ട രാഷ്ട്രം, അവിടുത്തെ ജനത, അവരൊക്കെ ഹിന്ദു എന്ന സംജ്ഞ കൊണ്ടായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഭാരതമാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആർഷ എന്നുള്ള വാക്കും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സനാതന എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഈ ഭാരതത്തിൽ നിവസിക്കുന്ന ജനങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ജയ് ഹിന്ദ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന അത് ഭാരതത്തിലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പല മതങ്ങളുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതത്തിലെ ഹിന്ദു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥമാണോ ജയ് ഹിന്ദ് എന്ന് പറയുന്നത്? അല്ല. ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഭാരതത്തെ, ഇന്ത്യയെ ദ്യോതിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത്. ഹിന്ദു എന്നുള്ള പത്രം അതൊക്കെ ഹിന്ദുക്കളുടെ മാത്രമാണോ? അതൊന്നുമല്ല. കാരണം ഭാരതത്തിൽ എന്നുള്ള രീതിയിൽ വരുന്ന രീതിയിലാണ് ഹിന്ദു എന്ന പദം അവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വാരണാസിയിൽ ആനി ബസന്റ് സ്ഥാപിച്ചതാണ് ദ ഹിന്ദു സെൻട്രൽ സ്കൂൾ. അപ്പോൾ ദ ഹിന്ദു സെൻട്രൽ സ്കൂൾ സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്? അല്ല. ഭാരതത്തിൻ്റെ എന്നുള്ള രീതിയിൽ ഭാരത് എന്ന പേരിന് പകരമായിട്ടാണ് അവിടെ ഹിന്ദു സെൻട്രൽ സ്കൂൾ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ട്. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഭാരതത്തിനെ ദ്യോതിപ്പിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരു സോൾ എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിദേശത്ത് നിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിദേശത്ത് നിന്ന് ഭാരതത്തിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിദേശത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവർ ഭാരതത്തിൽ വന്നാൽ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുക? ഭാരതത്തിലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭാരതത്തിൻ്റെ ഭാഷയായിട്ടുള്ള സംസ്കൃതം പോലുള്ള ഭാഷകൾ, ഇങ്ങനത്തൊക്കെയാണല്ലോ പഠിക്കുക. അപ്പോൾ ഇതൊക്കെ ആണ് അവർ പഠിക്കുക. അപ്പോൾ അങ്ങനെ ഭാരതത്തിൻ്റെ കലാരൂപങ്ങൾ എന്ന് പറയുന്ന അതൊക്കെ ഈ ഹൈന്ദവ കലാരൂപങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് പഠിക്കുക. അപ്പോൾ ഭാരതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഹിന്ദു രീതിയിലുള്ള ഹിന്ദു ധർമ്മത്തിലുള്ള കാര്യങ്ങളാണ് ഭാരതത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് പഠിക്കാനാണ് വരുന്നത്. അപ്പോൾ ആ ഹിന്ദു എന്ന സംസ്കാരത്തിൽ, ഹിന്ദു എന്ന ധർമ്മത്തിൽ ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ. ശൈവമതം, ശാക്തേയ മതം, വൈഷ്ണവ മതം, അങ്ങനെ ഒരുപാട് മതങ്ങൾ, സിഖ് മതം, ബുദ്ധമതം, ഇതൊക്കെ ഹിന്ദു എന്ന ഒരു വലിയ വൃക്ഷത്തിൻ്റെ ശാഖകളാണ്. അപ്പോൾ ഹിന്ദു എന്ന മതം അല്ല, ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ്, ഒരു ധർമ്മമാണ്. അതിൽ നിന്നാണ് ഒരുപാട് മതങ്ങൾ ഉടലെടുത്തത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് മതങ്ങളുടെ മാതാവായ ഹിന്ദുമതത്തിൻ്റെ പേരിൽ, നാനാജാതി മതസ്ഥരായ ഹിന്ദുക്കളുടെ പേരിൽ. കാരണം ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ മതങ്ങളായിരുന്നു. അതിൻ്റെയൊക്കെ മൊത്തം മാതാവായിരുന്നു, മൊത്തം അമ്മയായിരുന്നു ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരം. അത് തന്നെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മതം എഴുതുന്ന ഒരു കോളം ഉണ്ടായത് കൊണ്ട് അവിടെ നമ്മളത് ആ മതമായിട്ട് എഴുതുകയാണ്. പക്ഷെ ശരിക്കും ഭാരതത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് ഹിന്ദു എന്നുള്ള ശബ്ദം. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഭാരതത്തിലെ ജനങ്ങളുടെ ദൈവം ഏതാണ് ഒരു പുസ്തകമായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകാം. അതേപോലെ തന്നെ നമുക്ക് തോന്നാം നമ്മൾ ശ്രീരാമനെയും ശ്രീകൃഷ്ണനൊക്കെയാണ് നമ്മുടെ ദൈവങ്ങൾ. അപ്പോൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ മുമ്പേ ഹിന്ദുക്കൾ ഉണ്ടായിട്ടില്ലേ? ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ അമ്മയും അച്ഛനും ഒക്കെ ആരാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒരു അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മളെന്താണ് ഈ ഹിന്ദു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതാണ്. ഇനി ഇതെങ്ങനെയാണ് ഒരു മതമായിട്ട് മാറിയത് എന്നുള്ള കാര്യം പറയാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.